ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കിള്ളിത്തൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മിററാണ്. ബ്ലൈൻഡ് സ്പോട്ട് മിറർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ മിറർ ഇന്ന് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നും ഇതിൻ്റെ പ്രയോജനം എന്താണെന്നും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മിറർ നമ്മൾ ഏകദേശം ഫിറ്റ് ചെയ്യുന്നത് ഈ മൺകാടിൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് നമുക്ക് നേരെ നോക്കാം. അപ്പോൾ ഓക്കെ വരെ നമ്മുടെ മിറർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് ഇതിനകത്തൊരു ഇവിടെ ഹോളൊക്കെ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടാണ് ഈ സംഭവം നമ്മൾ ഏകദേശം വെക്കണ ഭാഗം നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ വെച്ച് നോക്കണം. അത് ഏകദേശം നമ്മൾക്ക് ഇവിടെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു പൊസിഷൻ വന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെച്ച് ഇത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രില്ലിന് രണ്ട് ഹോളൊക്കെ ഇടണം. എന്നാലാണ് ഈ സാധനം നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ വെക്കേണ്ട ഒരു ഇത് നമുക്ക് നോക്കി നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെയായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് പിടിക്കാതും തിരിഞ്ഞ് പോകാതെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് നമ്മളൊരു മാർക്കർ എടുത്തിട്ടുണ്ട്, ഒരു സ്കെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ ഹോളിലേക്ക് ഇങ്ങനെ ഹോളൊന്ന് മാർക്ക് ചെയ്യണം. രണ്ട് ഹോളും കറക്റ്റായിട്ട് തിരിഞ്ഞു പോകാതെ രണ്ട് ഹോളും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പതിയെ അങ്ങനെ എടുക്കുക. എന്നിട്ട് പതിയെ എടുത്ത് ഹോള് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് ഹോളൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. രണ്ട് ഹോൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ പിന്നെ വേണ്ടതിന് ഡ്രില്ലും ബിറ്റും ഒക്കെയാണ് ഇനി വേണ്ടത്. അപ്പോൾ അതിനി നമുക്ക് അത് തുളയ്ക്കാൻ നോക്കാം. തുളയ്ക്കാനുള്ള രീതിയിലേക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഹോളൊക്കെ റെഡി ആക്കി. എൻ്റെ ഹോള് തുളച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ മൺകടയിൽ നമ്മൾ തുളച്ചിട്ടുണ്ട്, ഓൾറെഡി ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തുളയ്ക്കണ വീഡിയോ നമുക്ക് കാണിക്കാൻ അത് ഇച്ചിരി റിസ്ക്കാണ് തുളയ്ക്കണം. അത് കാരണം നമ്മളത് തുളയ്ക്കാൻ ഇച്ചിരി മല്ലായതുകൊണ്ട് നമ്മളത് കാണിച്ചിട്ടില്ല. ഓൾറെഡി നമ്മൾ തുളച്ചിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മൾ രണ്ട് സ്ക്രൂ ഇതിനകത്തേക്ക് പിരിച്ച് കയറ്റുവാണ്. ഇതിനകത്തൂടെ റബ്ബറുണ്ട് കേട്ടോ. റബ്ബർ ചെയ്തപ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സീറ്റിങ് ആവാനായിട്ടും ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ റബ്ബറുണ്ട്. ആ റബ്ബറും വെച്ചിട്ട് നമ്മൾ രണ്ട് സ്ക്രൂ നമ്മൾ ഇതിലേക്ക് പിരിച്ച് കയറ്റി കൊടുക്കണം. ഇവിടെ തന്നെ ഇച്ചിരി നീളം കൂടുതലുള്ള സ്ക്രൂവിന്. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കാൻ വേണ്ടിയിട്ട് അത് അപ്പുറത്തേക്ക് കടന്നു വരാൻ ഇതിന് നല്ല നീളം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നീളം കൂടിയ സ്ക്രൂ ഇട്ട് കൊടുത്തത്. നീളം കൂടി നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഇത് എടുത്താൽ മതി. ഇപ്പോൾ അല്പം നീളം കൂടുതലുണ്ട് ഈ ഹോൾ ഇതിന്. അപ്പോൾ നമ്മളതിലേക്ക് ഇത് കറക്റ്റായിട്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് ഇത് സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ മുറുക്കി കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് സ്ക്രൂവും പിരിച്ച് വയ്ക്കുക നമ്മൾ ഇതിനകത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ടൈറ്റാക്കി കൊടുക്കുക. സ്ക്രൂ ഡ്രൈവർ ടൈറ്റാക്കുക. ഓക്കെ, ഇനി അകത്തുനിന്ന് ഒരു നെറ്റ് നമുക്ക് ഇട്ട് കൊടുക്കുന്നതിനകത്ത്. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിയുടെ അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിയുടെ കൈ സാധനമൊക്കെ നമ്മൾ മുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് നേരെയാക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പിടിച്ച് തിരിച്ച് കഴിഞ്ഞാൽ സാധനം നേരെയാവേണ്ടതാണ്. നേരെ പൊസിഷനിൽ വന്ന് വീഴുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആ പൊസിഷനിൽ വന്ന് വീഴുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോർണറിലാണ് സമയം പിടിപ്പിക്കുന്നത്. മിറർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്, സെറ്റായില്ലേ? അടിപൊളി. ഇപ്പോൾ നമുക്കിനി ബോണറ്റ് പയ്യെ ഒന്ന് അടച്ച് നോക്കാം. നമുക്ക് ഓക്കെ, ബോണറ്റ് അടച്ച് നോക്കി അതിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബോണറ്റ് പയ്യെ ചാരി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നവരത്തേക്കും ബൈ.